നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഈ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും 1000 സ്വലാത്ത് പതിവാക്കാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ 100 200 സ്വലാത്താണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതലൊരു തീരുമാനം എടുക്കുക, നിങ്ങളെ കൊണ്ടും കഴിയും. കാരണം 10 സ്വലാത്ത് വരെ ചൊല്ലിയവർ ഇന്ന് 1000 സ്വലാത്ത് ചെല്ലുന്നവരിലുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ന് 250 സ്വലാത്ത് നിങ്ങൾ ചെല്ലുന്നവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 1000 തികയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത്. കാരണം തഹജ്ജുദ് നിസ്കാരം മുതൽ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കാൻ കഴിയും. ഒരു ദിവസത്തിൽ തന്നെ 3 സമയങ്ങൾ ദുആയ്ക്ക് ഇജാബത്തുണ്ടല്ലോ. ഒന്ന് തഹജ്ജുദിൻ്റെ സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ട്, അതേപോലെ സുബ്ഹീൻ്റെ നിസ്കാരശേഷം മഗ്‌രിബിന് നിസ്കാരശേഷം, അതൊക്കെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയങ്ങളാണ്. ചില സമയങ്ങൾ അതിനോട് യോജിക്കുമ്പോൾ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും. തഹജ്ജുദ് മുതൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഒരു 250 സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദുആൻ്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. തുടക്കം അല്ലാഹുവേ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചിട്ടും ഇന്ന് ഈ സ്വലാത്ത് ചൊല്ലി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അതേപോലെ തന്നെ സുബഹിക്ക് ശേഷം ഒരു 250 സ്വലാത്തില്ല. അതേപോലെ തന്നെ ളുഹറിന് ഒരു 250 സ്വലാത്തില്ല. കാരണം ജോലി ഉണ്ടെങ്കിൽ 1 മണിക്കൂർ സമയമുണ്ടല്ലോ, വിശ്രമിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു 250 സ്വലാത്ത് ചൊല്ലാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അതുപോലെ മഗ്‌രിബിക്ക് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെറിയ സമയം കുറച്ചുള്ളെങ്കിലും ആ ഒരു സമയത്തും ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 250 സ്വലാത്തും ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കി, എന്ത് റാഹത്തായിരിക്കും. അങ്ങനെ 250 ചൊല്ലുമ്പോൾ 1000 പൂർത്തിയായി. തഹജ്ജുദ് മുതൽ മഗ്‌രിബ് ആകുമ്പോഴേക്കും 1000 സ്വലാത്ത് പൂർത്തിയായി. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾ കഷ്ടപ്പാടാണ്, ചെല്ലാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പലരും ഉണ്ട്. പക്ഷേ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇത്രയും സമയത്തിൻ്റെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനിടയിൽ നിങ്ങളുടെ ജോലിയും മറ്റു തിരക്കുകളും എല്ലാം ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ സ്വലാത്ത് ഈ ഒരു രീതിയിൽ ചൊല്ലുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കാനും കഴിയും. ഇതൊരു എളുപ്പമാർഗ്ഗമാണ്. അല്ലാഹു തആല ധാരാളം സ്വലാത്ത് എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഒരുപാട് ആളുകൾ 100 സ്വലാത്ത് 200 സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, ഇന്ന് 1000 10,000 ചെല്ലുന്നവരുണ്ട്. ആ അനുഭവമുള്ളവരെ അടിയിൽ നിങ്ങൾ കമൻ്റ് ഇടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയും ധാരാളം സ്വലാത്ത് എല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ